വെറും 3450 രൂപ വില വരുന്ന ഈ ജെനുവിൻ പാർട്ട് മാറുന്നതിന് പകരം കസ്റ്റമർക്ക് ഉണ്ടായ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഇതൊരു 2013 മോഡൽ മെർസിഡീസ് ബെൻസിന്റെ W212 സീരീസിലുള്ള E250 ആണ്. 2 ദിവസം കൂടുമ്പോഴത്തേക്ക് കസ്റ്റമർക്ക് കൂളന്റ് കുറഞ്ഞു വരിക എന്നുള്ളൊരു കൂളന്റ് ലോ എന്ന് പറഞ്ഞ വാർണിംഗ് വരിക. കസ്റ്റമർ ഇത് ഇവിടെ ഫസ്റ്റ് ടൈം വരുന്ന കസ്റ്റമറാണ്. അതിന് മുമ്പ് അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഫോറിൻ കാറൊക്കെ പണിയുന്ന ഒരു വർക്ക്ഷോപ്പിലാണ് കൊടുത്തിരുന്നത്. അവർ കണ്ടുപിടിച്ച് എന്താ സംഭവിച്ചാൽ കൂളന്റ് എൽബോയിൽ നിന്ന് ഹീറ്റർ കോറിലോട്ട് പോകുന്ന ഹോസാ, ഇതിന്റെ കണക്ടർ ഡാമേജ് ആയിപ്പോയി. എന്നിട്ട് ഇത് പൊട്ടൽ വന്നിട്ട് അവർ ഇത് MC-യിലൊക്കെ ഇട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുക. സോ നിൽക്കുമോ? ഇത്രയും പ്രഷറിൽ വെള്ളം വരുന്നതല്ലേ. സോ 2 ദിവസം കൂടുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങൾ വന്നിട്ട് കസ്റ്റമർ ഒരു പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആകേണ്ട സാഹചര്യം വന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ പാർട്ടി ഇതാന്ന് മനസ്സിലാക്കി ഇത് ഓർഡർ ചെയ്ത് വരുത്തി. ആദ്യമേ തന്നെ ഈ സാധനം മാറിയിരുന്നെങ്കിൽ, ഇത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളല്ല, ഈ സാധനം മാറിയിരുന്നെങ്കിൽ ഈ കസ്റ്റമർക്കുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കായിരുന്നു. വണ്ടി നമ്മൾ ബ്രേക്ക് ഡൗൺ വെഹിക്കിളിലാണ് വണ്ടിയിൽ എത്തിയത്. ആ എക്സ്പെൻസ് എല്ലാം ഒഴിവാക്കായിരുന്നു. സോ ഒരു കാര്യം മനസ്സിലാക്കി, ഇങ്ങനെയുള്ള പാർട്സുകളൊക്കെ ജെനുവിൻ സ്പെയറിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. കാരണം ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റിൽ അങ്ങനെ ഒരുപാട് പെട്ടെന്ന് പോകുന്ന സാധനങ്ങളല്ല. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് മുതലാകാത്തതുകൊണ്ടാണ് ഇത് അങ്ങനെ കോമൺ ആയിട്ട് അവൈലബിൾ ആകാത്തത്. ജെനുവിൻ സ്പെയറിൽ ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ഇപ്പം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് കസ്റ്റമർക്ക് ഉപയോഗിക്കാം. സോ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള മെർസിഡീസ്, എസ്പെഷ്യലി മെർസിഡീസ് ബെൻസ്, BMW, ഓഡി, പോർഷയുടെ ഒക്കെ എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ജർമ്മനിലേക്ക് വിളിക്കുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, പോരുക. താങ്ക് യു.